സ്റ്റൈലിഷിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളിയായിട്ടുള്ള കുറേ നല്ല പാറ്റേൺസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ക്ലാസ് ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കളേഴ്സും അതുപോലെ തന്നെ നല്ല നല്ല പാറ്റേൺസും നല്ല നിറമൊക്കെ തോന്നുന്ന ഫ്രോക്ക് സ്റ്റൈലും സൽവാറും കുർത്തീസും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല കുറേ പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. അപ്പോൾ ഞാൻ ഇട്ട് കേൾക്കുന്ന ഫസ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി സിൽക്കിൽ വന്നിട്ട് ഒരു പാനൽ കട്ട് സൽവാറാണ്. അതും ഒരു ഓവർലാപ്പ് കോൺസെപ്റ്റ് ആയിട്ട് അതിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൽ ആസ് വെൽ ആസ് നമ്മളുടെ യോക്കിലും കൂടെ ജെറിയും അതുപോലെ സെർദോസി ഫ്ലവറൊക്കെ നോക്കിയാൽ നിങ്ങൾ നല്ല ഭംഗിയുള്ള അടിപൊളി ടൈം എടുക്കുന്ന നല്ല അടിപൊളിയായിട്ടൊരു വർക്കാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാനൽ കട്ടും അതുപോലെ ഈ ഒരു ഹാങ്ങിങ്സ് കാര്യങ്ങളൊക്കെ വരും നല്ല ക്ലാസ് ആയിട്ടുള്ള നല്ല അടിപൊളി പാനൽ സ്റ്റൈലിംഗ് ആണ്. അത് നമ്മൾ സിമ്പിളായിട്ട് ഒരു നസ്മെൻറ്റ് ദുപ്പട്ടയും കൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വേറെ നിങ്ങൾക്ക് ചേർച്ച് വെയർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ ശരിക്കും അതില്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ്. ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്ലാക്ക് ഷെയ്ഡ്. വർക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് ഒന്നും പറയാനില്ല, എല്ലാ കളറും ഇതിൽ ഒന്നിലൊന്ന് ഭംഗിയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അതായത് ഈ ഒരു ഓവർലാപ്പ് കോൺസെപ്റ്റ് വരുമ്പോൾ തന്നെ അതിനൊരു ഭംഗി പ്രത്യേകം കൂടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർഗണ്ടി പോലത്തെ ഒരു ടോണാണ്, നല്ല രസമുള്ള ഒരു നല്ല കളറാണ്. അതുപോലെ തന്നെ അതിൻ്റെ വർക്ക് വരുമ്പോഴും കണ്ടോ ഓരോന്നും ഭംഗിയുള്ള അടിപൊളി പീസാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ലാവൻഡർ ഷെയ്ഡ് ഉണ്ടോ, ഇത് കിടുമ്പോൾ നല്ല ഭംഗിയാണ്, നമുക്ക് കാണാനും നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ തോന്നും. ദ വെരി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ, ഫ്രോക്ക് സ്റ്റൈല് നല്ല രസമില്ലേ. ഈ ഒരു പീറ്റർ പാൻ കോളറും അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക്. അത് മാത്രമല്ല ഇവിടെ ചെറിയ പിൻടക്കൊക്കെ കൊടുത്ത് നല്ല രസമായിട്ടുള്ളൊരു എയർലൈൻ ഫ്രോക്ക്. അതിൻ്റെ കൈയാണെങ്കിൽ അതിനേക്കാളും ഭംഗി നല്ല രസമുള്ളൊരു പഫ് സ്ലീവും അതിൻ്റെ എന്താ പറയുക അറ്റത്ത് നമ്മളൊരു സ്കെലോപ്പും കൂടെ കൊടുത്തിട്ട് ഭയങ്കര രസമുള്ളൊരു പാറ്റേൺ. ക്രിസ്മസിനൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ക്രിസ്മസ് മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, എന്ത് അടിപൊളിയായിട്ട് നമുക്കൊരു ഒക്കേഷണൽ പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് വെയർ ചെയ്യാവുന്ന കോൺസെപ്റ്റ് ആണ്. അതിൻ്റെ കളേഴ്സ് നോക്കി എത്ര കളേഴ്സാന്ന് നോക്കി, നല്ല അടിപൊളി പിങ്ക് ഷെയ്ഡ് ഇതേ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പീച്ച് ഷെയ്ഡ്. ഇതൊക്കെ നല്ല രസമില്ലേ കാണാൻ, നല്ല അടിപൊളി റയർ ഷെയ്ഡ്സ് ആണ്. അതുപോലെ തന്നെ ദേ ഡാർക്ക് പർപ്പിള് നല്ല ഭംഗിയില്ലേ കാണാൻ. ഹാൻഡ് വർക്ക് കാണണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോട്ടെ, നല്ല ഭംഗിയായിട്ട് നമ്മൾ ത്രെഡിലാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബീഡ്സും സീക്വൻസും എല്ലാം ആഡ് ചെയ്തിട്ട് ഇതൊരു ഡസ്റ്റി ലാവൻഡർ. ഇതൊക്കെ എൻ്റെ കളേഴ്സ്. ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മെറൂൺ ഷെയ്ഡ് നോക്കി, നല്ല രസമല്ലേ. ഏതാ ഞാൻ പറഞ്ഞത്, ക്രിസ്മസിന് നല്ല രസമുള്ള കോംബോ ആയിരിക്കില്ലേ. ഇതിൽ ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ ബുക്ക് ചെയ്തോ, അപ്പോൾ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാറ്റേൺ, കുറേ പാറ്റേൺ ഇട്ടോ. അപ്പോൾ അതിൽ അടുത്തേക്ക് പോവാം. തേർഡ് പാറ്റേൺ ആണ്. അതിൻ്റെ അടിപൊളിയല്ലേ, വളരെ സിമ്പിളാണ്, വളരെ എലഗൻ്റ് ആണ്, നല്ലൊരു ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗും ആണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ സ്പെഷ്യൽ കോളർ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് അത് കിടക്കുന്നത്. നല്ല വണ്ണം കുറവൊക്കെ തോന്നണല്ലേ. ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ആളാണെന്ന് അറിയാമല്ലോ, പക്ഷേ ഇടുമ്പോൾ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ആ കട്ടിങ്ങിൻ്റെയാണ്. അത്ര രസമായിട്ടാണ് കട്ടിങ് ഫിനിഷ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്ലീവും, സിമ്പിളാണ് പക്ഷെ നല്ല ക്ലാസ് ആയിട്ടുള്ളൊരു സ്ലീവാണ്. ഇതിൻ്റെ ഹാൻഡ് വർക്ക് പാറ്റേൺ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള കളേഴ്സും കോമ്പിനേഷൻസും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ കോൺസെപ്റ്റ് നല്ല ഭംഗിയുള്ള നല്ല രസമായിട്ട് നിൽക്കുന്ന നല്ല ടയർ കോൺസെപ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3 കളേഴ്സും കൂടിയുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതാ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡ്, നല്ല രസമില്ലേ. എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻസും കാര്യം ബാക്ക് കംപ്ലീറ്റ് ചെയ്യലാണ് കേട്ടോ. ഇത് വെരി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മെറൂൺ ഷെയ്ഡ്, നല്ല രസമില്ലേ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും നല്ല ഭംഗി മുഖത്തിന് നിറം തോന്നുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ബോഡി ഫിഗറിനെ കുറച്ചുകൂടി ലീനായിട്ട് തോന്നിപ്പിക്കുന്ന പാറ്റേൺസ് ആണ് കേട്ടോ ഇത് മുഴുവൻ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇടുമല്ലേ, നല്ല രസമില്ലേ, നല്ല അടിപൊളിയായിട്ട് ഷേപ്പിൽ പാനൽ കട്ടും അതുപോലെ ജാക്കറ്റ് ഇന്നർ എങ്ങനെയുണ്ട്, എല്ലാ കോമ്പും കൂടി സൂപ്പറാണ്. ഇത് ശരിക്കും ഒരു ഇന്നറായിട്ട് നമുക്ക് വെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നറിൻ്റെ വിത്ത് ജാക്കറ്റ് ആകുമ്പോൾ ഹെവി പാർട്ടി വെയർ ആയിട്ട് നല്ല രസമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഉണ്ടുമണി പോലെ ഇരുന്നിരുന്നത് ഞാൻ നല്ല ഒതുങ്ങി നല്ല വൃത്തിയായിട്ടിരിക്കുന്നില്ല. ഇതാണ് ഈ പാനൽ കട്ടിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. അത് സ്പെഷ്യൽ സ്റ്റൈലിഷിൻ്റെ കട്ടിങ്ങും കൂടെ വരുമ്പോഴാണ് ഈ ഒരു സ്റ്റൈൽ വരുന്നത്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ കമ്പയർ ചെയ്തോ, നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു സ്റ്റൈലിങ്. താഴെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു പാനൽ കട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ഈ കാണുന്നത്. നല്ല രസമായിട്ടാണ് ഇതൊക്കെ കണ്ടോ. അതുപോലെ നമുക്ക് ഇന്നറായിട്ട് ഇത് തനിയെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് തനിയെ യൂസ് ചെയ്യാം. ഇച്ചിരി ഇങ്ങനെ കൈയും ഒന്ന് കാണിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായവർക്ക് അവർക്കൊരു ജാക്കറ്റ് ഇട്ടാൽ അത് അടിപൊളി ഒരു പാനൽ സൽവാറായി. അതാണ് ഈ സംഭവം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കളറാണ് യെല്ലോ. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ആരായാലും നോക്കി പോകും. അതുപോലത്തെ ഒരു ഷെയ്ഡും നല്ല രസമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വയലറ്റ് ഷെയ്ഡ്.
നല്ല ഭംഗിയില്ല. ഇതാ ഇന്നർ മാത്രം ഇടുമ്പോൾ തന്നെ എന്ത് രസമാണെന്ന് പറയാം, നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അതിന് ജാക്കറ്റ്, ഈ ജാക്കറ്റിലൊക്കെ കണ്ടോ നമ്മൾ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു സ്കാലപ്പും കൂടെ കൊടുക്കുമ്പോഴാണ് ആ ഒരു ഭംഗിയിൽ നല്ല രസമായിട്ട്. ഇത് ഓൾമോസ്റ്റ് എനിക്ക് 10-12 മീറ്റർ ഉണ്ട്, കാരണം ഉള്ളിലത്തെ ഇത് അതിനൊക്കെ ഒരു ടയറൊക്കെ ഉണ്ട് കണ്ടോ, ഈ ടയറൊക്കെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജാക്കറ്റ് സ്റ്റൈലിങ് അത് വിത്ത് പാനൽസ്, ഇത് കംപ്ലീറ്റ് പാനൽ ജാക്കറ്റാണ്. കട്ടിങ് ടൈം ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും അതിൻ്റെ ആ ഫിനിഷ് ചെയ്തിട്ടുള്ളതൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ നോക്കാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള പേസ്റ്റൽ കളേഴ്സിൽ അതിൽ ഈ ഒരു നല്ല ഷെയ്ഡ്സിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ. ഫ്രോക്കെന്നോ ഗൗണെന്നോ എന്നിട്ടും എനിക്ക് വിളിച്ചു, പക്ഷെ നല്ല ഭംഗിയുള്ള നല്ലൊരു കോൺസെപ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എൻ്റെ ഈ ഒരു നെക്ക് സ്റ്റൈലിങ്ങും ആ ഒരു പഫ് സ്ലീവ് വിത്ത് ഒരു ബട്ടൺ, അതുപോലെ ഹാൻഡ് വർക്ക് ഒന്നും പറയാനില്ല, എത്ര രസമായിട്ടുള്ള ക്ലാസി ആയിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള നല്ല ഹാൻഡ് വർക്ക് സ്റ്റൈലിങ്. അതിൽ തന്നെ പിൻടെക്ക് ചേർത്തിട്ടുള്ള ഒരു യോക്ക് സ്റ്റൈലിങ്ങും ആ ഒരു ഗ്യാദറിങ്ങും ആ ഒരു സ്റ്റൈലിങ്ങും ഉണ്ടോ, നല്ല രസമില്ല കാണാൻ, നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കളേഴ്സാണ്. ഞാൻ കാണിച്ചു തുടങ്ങാം. അതിൽ ഫസ്റ്റ് കളർ ഞാൻ ഇട്ടിരിക്കുന്നത് മിൻറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. അത് വെരി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു യെല്ലോ ഷെയ്ഡ്, അതിൻ്റെ കോമ്പിനേഷൻ കണ്ടോ, നല്ല രസമില്ലേ, പിങ്കൊക്കെ ചേർത്തിട്ട് നല്ല ഭംഗിയുള്ള പേൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. ഇത് വെരി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീച്ച് ഷെയ്ഡ്, അതിനതുപോലെ സെൽഫായിട്ട് കൊടുത്തിട്ട് ആ ഒരു വൈറ്റ് പേൾസൊക്കെ വരുമ്പോഴല്ല നല്ല ഭംഗിയാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്, അതിനൊരു കോമ്പിനേഷൻ നോക്കി ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വെരി നെക്സ്റ്റ് എന്ന് പറയുന്നത് പിങ്ക് ഷെയ്ഡ്, പേസ്റ്റൽ പിങ്ക്, അതൊരു യെല്ലോ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും അതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ ഉണ്ട്, നല്ല രസമില്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെരി പെരി കളർ എന്ന് പറയില്ലേ, ഒരു ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിലാണ് ഈ ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇടുമ്പോഴായാലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്രോക്ക് സ്റ്റൈലിങ്ങാണ്. ഇനി ഒരു പാറ്റേൺ കൂടി ഇട്ട് നോക്കാം. ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ലിറ്റഡ് ടോപ്പും അതുപോലെ സിഗരറ്റ് പാൻസും കൂടിയിട്ടുള്ളൊരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ലിറ്റ് ടോപ്പ് പ്ലസ് ഒരു നല്ലൊരു ഓപ്പണിംഗ് പോലെ ഒരു ബട്ടൺ, ഒരു ഹാൻഡ് വർക്ക് ബട്ടണൊക്കെ വെച്ച് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവാണ്. നല്ല രസമായിട്ടുള്ള ഒരു ബോർഡർ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ജെറിയും അതുപോലെ കട്ട് ബീഡ് സീക്വൻസ്, അതുപോലെ തന്നെ സ്ലീവിൻ്റെ നമ്മുടെ ഈ ഒരു പോർഷനിൽ നല്ല അടിപൊളി ഒരു ഗോൾഡൻ മോട്ടീഫ്, നല്ല ക്ലാസ് ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക സെറ്റാണിത്. അപ്പോൾ ഇത് ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക കാറ്റസ് ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് ഗ്രീനാണ്. ദ വെരി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി റെയർ ഷെയ്ഡ്, അതായത് ഒരു ബ്രിക്കും അല്ല ഒരു ബ്രൗണും അല്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ദ വെരി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പേർപ്പിൾ ഷെയ്ഡ്. ഇത് നല്ല രസമില്ലേ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഇങ്ങനത്തെ കളേഴ്സിലൊക്കെ ഈ ഒരു വർക്ക് വരുമ്പോഴൊരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അതുപോലെ നല്ല രസമായിട്ടുള്ള ഒരു ബർഗണ്ടി ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോ. പിന്നെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ്. അയ്യോ എന്ത് രസം നോക്കി, ഇതൊക്കെ ഒരു വാക്കിൽ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നല്ല ബീഡ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് പലരും ചെയ്യുമെങ്കിലും നമ്മൾ നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു കളേഴ്സാണ് മിക്സ് ചെയ്തത്. ഗോൾഡിൽ തന്നെ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതോടുകൂടി എത്രയും 30 കുർത്തീസാണ് നമ്മളിപ്പോൾ കാണിച്ചത്, 6 പാറ്റേൺസ്. പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. 9946519063.